ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിലെ ആദ്യ പകുതിയാണ് കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള ഈ ആയുസ് അല്പം പോലും പാഴാക്കാതെ റമളാനിൽ അവശേഷിക്കുന്ന നിമിഷങ്ങളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് തന്ന് നമ്മെ അവൻ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ചരിത്രങ്ങളെന്നും നമുക്കൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സത്യത്തിൽ നമ്മളെ പ്രാപ്തമാക്കുന്നത് ചരിത്രബോധമാണ്. ഹിജ്റ 2-ാം കൊല്ലം റമളാൻ 17-ന്, ആദ്യത്തെ റമളാനിന്റെ 17-ന് നടന്ന ബദർ യുദ്ധം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമാണ്. ആ സംഭവത്തെക്കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത് അന്ന് യൗമുൽ ഫുർഖാന് എന്നാണ്. യൗമുൽ ഫുർഖാൻ, യൗമൽ തഖൽ ജംആൻ. ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ
ഏറ്റുമുട്ടിയ ആ നാള് അത് യൗമുൽ ഫുർഖാൻ എന്നാണ്. പലരും ബദറിനെ പല കോണുകളിലൂടെയാണ് നോക്കിക്കാണുക. ചിലർക്ക് മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയാനുള്ള ഒരു തെളിവാണ് ബദർ. മറ്റു ചിലർക്ക് സായുധ ജിഹാദ് നടത്താൻ, അങ്ങനെ നടത്തിയാൽ അള്ളാഹുവിന്റെ സഹായം കിട്ടുമെന്നതിനുള്ള തെളിവായിട്ടാണ് ബദറിനെ പറയാറുള്ളത്. മറ്റു ചിലർക്ക് വിഭവ സമൃദ്ധമായ ഭോജനത്തിനുള്ള വഴികളായും പലരും സ്വീകരിക്കാറുണ്ട്. വേറെ ചില ആളുകള് മരണപ്പെട്ടു പോയ ആളുകൾ കേൾക്കുമെന്ന തെളിവുണ്ടാക്കിയിട്ട് ശിർക്കിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ വഴി കണ്ടെത്താനും ഈ ബദറിനെ സ്വീകരിക്കാറുണ്ട്. സത്യത്തിൽ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് ഉറക്കെ പറയുകയും ആ വഴിയിൽ ഉണ്ടാകുന്ന ഏത് പരീക്ഷണങ്ങളെ ക്ഷമിക്കുകയും തഖ്വ കൈക്കൊള്ളുകയും ചെയ്താൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള അവസാന സഹായം നിശ്ചയമായും നമുക്ക് കിട്ടുമെന്നതിന്റെ തെളിവാണ് ബദർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ യൗമുൽ ഫുർഖാൻ എന്ന് പഠിപ്പിക്കുന്നത്. ബദർ പറഞ്ഞിടത്ത് സഹോദരങ്ങളെ, ഖുർആൻ സൂറത്ത് ആലിംറാനിലെ 13-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖതാ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വഉഖറാ കാഫിറത്തുൻ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഈ രണ്ട് സൈന്യങ്ങള് ഏറ്റുമുട്ടുന്ന ആ നാട്, അതിൽ നിങ്ങൾക്കൊരായത്തുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ വഴിയിലാണ്, മറ്റൊന്ന് കാഫിറത്താണ്. പക്ഷെ ഈ കാഫിറായ വിഭാഗത്തിന് ഇവരെ വിശ്വാസികളെ കാണുമ്പോ ഇരട്ടിയിലാണ് അവർ അതിനെ പ്രത്യക്ഷത്തിൽ കാണുന്നത്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ സഹായം കൊടുത്തുകൊണ്ട് ശക്തിപ്പെടുത്തും. ഇതിൽ നിങ്ങൾക്ക് എന്നിട്ട് പറയുന്ന വാക്കാണ് ഇന്ന ഫീ ദാലിക ലഇബ്റ ലിഉലിൽ അബ്സാർ. ഉലുൽ അബ്സാർ എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയുള്ള ആളുകൾ. ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ഇതിൽ ഗുണപാഠമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഇബ്റത്ത് എന്താണ് എന്നാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. എന്താണ് നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ആയത്ത് എന്നാണ് ബദറിനെ, ഈ ദിനത്തെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. സാധാരണ നമ്മൾ ആയത്ത് എന്ന് പറയുക സൂര്യൻ, ചന്ദ്രൻ, പ്രാപഞ്ചികപരമായ പ്രതിഭാസങ്ങൾ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ വലിയ പാഠങ്ങൾ കിട്ടുന്നതിനെയാണ് ആയത്ത് എന്ന് പറയുക. അപ്പൊ ബദർ എന്നത് വികാരമല്ല, അത് വിവേകമാണ്, അത് വിചാരമാണ്. ചരിത്രങ്ങൾ പറയണമെന്ന് വിചാരിച്ചതല്ല. എന്നാലും ചില സൂചനകൾ അതിലേക്ക് തരുമ്പോഴാണ് നമുക്ക് ഈ ചരിത്ര പഠനം ഇതിലേക്ക് എത്തുക. ആലോചിച്ച് നോക്കുങ്ങളുടെ കൂടെ എല്ലാം ആലോചിച്ചുകൊണ്ട് കൂടെ വരണം. പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് അതിശക്തമായ എതിർപ്പുകളുടെ സമയമായിരുന്നു. അങ്ങനെയാണ് അബസീനിയയിലേക്ക് മുസ്ലിമീങ്ങളുടെ ഒരു ചെറിയ സംഘം പോയി. ആദ്യം അതിൽ 11 പുരുഷന്മാരും 4 സ്ത്രീകളും ഉണ്ടായിരുന്നത്. പിന്നീടും ശക്തി ഇവിടെ ഈ എതിർപ്പുകളുടെ, പീഡനങ്ങളുടെ ശക്തി കൂടിയപ്പോ പിന്നീട് ഒരു സംഘം കൂടി അങ്ങോട്ട് പോവുകയാണ്. അതിൽ 83 പുരുഷന്മാരും 18 സ്ത്രീകളും ഉണ്ട്. അവരാ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം നടത്തിയിരുന്നവര്. എന്നിട്ട് ക്രമേണ ആധുനിക യുദ്ധതന്ത്രങ്ങളെ അനുസ്മരിപ്പിക്കും വിധം ഉപരോധം ഏർപ്പെടുത്തി മുസ്ലിമീങ്ങൾക്ക് വ്യാപകമായ പ്രചാരണ യുദ്ധങ്ങള്, മാനസികാക്രമണങ്ങള്, വിദേശ പ്രതിനിധികൾ മക്കത്ത് വന്നാൽ അവരെ തെറ്റിദ്ധരിപ്പിക്കല്. ഈ സന്ദർഭത്തിലാണ് മക്ക വിട്ട് മദീനത്തേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ എണ്ണിയ ഓരോന്നുമുണ്ടല്ലോ. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളിലേക്ക് നിങ്ങളതൊന്ന് ചേർത്ത് വായിച്ചു നോക്കിയേ. സമാനമായ അവസ്ഥകളാണ് അന്നും ഇന്നും നമുക്ക് കാണുക. അങ്ങനെ ഈ മുസ്ലിമീങ്ങൾ മക്കത്ത് നിന്ന് അവരുടെ എല്ലാ സ്വത്തും ഇവിടെ വിട്ടേച്ചുകൊണ്ട് മദീനത്തേക്ക് പോയി. പലരുടെയും കുടുംബം മക്കത്താണുള്ളത്. അങ്ങനെ മുസ്ലിമീങ്ങളുടെ സ്വത്ത് കൊള്ളയടിച്ച് ആ സ്വത്തുമായി 40 പേരടങ്ങുന്ന ഒരു സംഘം
അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ കച്ചവടത്തിന് പോവുകയാണ്. അതാണ് യുദ്ധത്തിന്റെ കാരണം. അതാണ് ഇവരുടെ സ്വത്തന്നെ എടുത്തുകൊണ്ട് അത് കൊള്ളയടിച്ചിട്ട് ആ സ്വത്ത് കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയോ, ഇതിന്ന് കിട്ടുന്ന ലാഭം മുഴുവനും മുസ്ലിമീങ്ങളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 40 പേര് പോകുന്നത്. ഈ വിവരമറിഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് ഇവർ യാത്ര പോകുന്ന വഴിയിലൊന്ന് ചെന്ന് അങ്ങനെ ധൈര്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നറിയിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. സ്വഹാബത്ത് പോകുന്നത് യുദ്ധത്തിന്റെ ലക്ഷ്യവുമായിട്ടേ അല്ല. പക്ഷേ വിവരമറിഞ്ഞ അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ മക്കത്തെത്തിയപ്പോഴേക്ക് അവിടെ ആകപ്പാടെ കോളിളക്കങ്ങൾ ഉണ്ടാക്കി 1000-ൽ പരം ശത്രുക്കളുമായി അഥവാ മുശ്രിക്കുകളുമായി എല്ലാവിധത്തിലുള്ള സർവ സന്നദ്ധരായ ഭടന്മാരെയും കൂട്ടിയിട്ടാണ് അബൂജഹലിന്റെ നേതൃത്വത്തിൽ പിന്നീട് അവർ വരുന്നത്. 1300ഓളം ആളുകളിൽ 100 കുതിരകൾ, കണക്കില്ലാത്ത ഒട്ടകങ്ങൾ, 600 പടയങ്കികൾ, അങ്ങനെ വരുന്നൊരു സന്ദർഭമാണ്. ഇവിടെയാണെങ്കിൽ ഒരു യുദ്ധത്തിന്റെ സാഹചര്യമേ അല്ല, മറിച്ച് ഇങ്ങനെ ഒന്ന് വഴിയിൽ വന്നു നിൽക്കുക, ഒന്ന് അവരെ നോക്കുക എന്ന ഉദ്ദേശത്തിലാണ് വരുന്നത്. വന്ന് അവസാനം ഇത് യുദ്ധത്തിലേക്ക് എത്തുമെന്ന് കണ്ടപ്പോൾ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി എന്ത് ചെയ്യും? യുദ്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ആദ്യം ഒരു കൂടിയാലോചന നടത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. എന്ന് വെച്ചാൽ ആകെ 14 മുസ്ലിമീങ്ങളാണ് ഈ യുദ്ധത്തിൽ ഷഹീദായിട്ടുള്ളത്. ശത്രുപക്ഷത്ത് വളരെ കനപ്പുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് പിന്നീട് പറഞ്ഞുതരാം. പക്ഷേ അവിടെ ഉണ്ടായ ഇബ്റത്തുകൾ നമ്മൾ പഠിക്കുമ്പോ ഞാൻ ഇനി മറ്റു കഥകളിലേക്ക് പോകാതെ അത് എണ്ണി പറഞ്ഞു തരികയാണ്. ഒന്ന്, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയാലോചിക്കുന്ന വേളയിൽ ഒന്നാമത്തത് നമ്മളോട് പറഞ്ഞല്ലോ, യൗമുൽ ഫുർഖാനാണ്. എന്ന് വെച്ചാൽ അല്ലാഹു ലോകത്ത് സത്യത്തെ നിലനിർത്തും. അല്ലാഹു ലോകത്ത് സത്യത്തെ നിലനിർത്തും. ബദർ എന്നതൊരു യുദ്ധ വിജയമല്ല, ആദർശത്തിന്റെ കരുത്താണ് ബദർ എന്ന് പറയുന്നത്. ഒരു പിടി മണ്ണ്, ഒരു രാജ്യം കീഴടക്കലല്ല, ഇവിടെ അധികാരം നേടലല്ല. ഇസ്ലാമിന്റെ ആദർശം തൗഹീദിനെ അല്ലാഹു സംരക്ഷിക്കും. അല്ലാഹു അവന്റെ ദീന് സംരക്ഷിക്കുമെന്ന് ആദ്യമായി അവൻ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം വേണം? ഇതാണ്, ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അല്ലാഹുവിന്റെ ഈ ആയത്ത് ഓതിയിട്ട് ഈ ആയത്തിന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ബയാൻ തരുന്നത് ഇങ്ങനെയാണ്: അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചാൽ, ഇൻ തൻസുറുല്ലാഹ് അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, യൻസുറുക്കും അല്ലാഹ് നിങ്ങളെ തിരിച്ചു സഹായിക്കും, വയുസബ്ബിത് അഖ്ദാമക്കും നിങ്ങളുടെ കാലടികൾക്ക് അല്ലാഹു ബലം തരുന്നതാണ്, ഉറപ്പിച്ചു നിർത്തും. ഇമാം ഖുർത്തുബി പറയുന്നതറിയാം, ഇൻ തൻസുറുല്ലാഹ് എന്ന് പറഞ്ഞെടുത്ത് ഇൻ തൻസുറു ദീനല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ സഹായികളായി നിങ്ങൾ മാറിയാൽ യൻസുറുക്കും അലൽ കുഫാർ. അവക്ക് നല്ലപോലെ ശ്രദ്ധിക്കണം. യൻസുറുക്കും അലൽ കുഫാർ, ഈ കുഫാറുകൾക്കെതിരെ അല്ലാഹു നിങ്ങളെ സഹായിക്കും. അവിടെ റസൂലുള്ള വിജയത്തിന്റെ തുടക്കം എവിടെയാണെന്നറിയോ? കൂടിയാലോചനകൾ ഉണ്ടാകണം. അതാണ് ഒന്നാമത്തെ ഏത് വിജയത്തിന്റെയും തുടക്കം. അതാണ്. അത് 2 വ്യക്തികൾ കൂടുന്ന സംരംഭങ്ങളിലാണെങ്കിലും മഹല്ലുകളാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ഏത് രംഗത്തും ഒരു കൂടിയാലോചന, ഷൂറ. ഞാൻ ഒരു ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു, ഷൂറ വശാവിറുഹും ഫിൽ അംർ. എന്താ ഷൂറ എന്ന് പറഞ്ഞാൽ? അന്ന് നമ്മൾ അർത്ഥം പഠിച്ചിരുന്ന ഓർമ്മല്ലേ? മധുരിമയുള്ള തേൻ എന്നാണ് ഷൂറയുടെ അർത്ഥം. തേൻ നിറഞ്ഞു നിൽക്കുന്ന തേനറകൾ കയ്യിൽ പിടിച്ച് നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞാൽ വിരൽ തുമ്പിന്റെ ഇടയിലൂടെ അങ്ങനെ, വിരകൾക്കിടയിലൂടെ അങ്ങനെ ഒലിച്ചു വീഴുന്ന
ആ തേൻ പുള്ളികൾക്കാണ് ശൂറ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളുണ്ട്, ഇവിടെ അൻസാറുകളുണ്ട്. ഒരു യുദ്ധത്തിന് വേണ്ടി വന്നതല്ല. പലരും റസൂലിനോട് ചോദിച്ചു, നബിയെ, നിങ്ങൾ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ, അവിടെ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു വാളെങ്കിലും കയ്യിൽ വെക്കാമായിരുന്നല്ലോ എന്നാണ്. അതുപോലും ഇല്ലാതെയാണ് അവർ വന്നിട്ടുള്ളത്. അവർ യുദ്ധത്തിനല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ഇവരെ മുഹാജിറുകളെ പ്രതിനിധീകരിച്ചു വരികയാണ്. അവർ പറഞ്ഞ വാക്കെന്നറിയോ? ആകെ മുഹാജിറുകൾ 82 പരം ആളുകളാണ് ഉള്ളത്. 80 ചില്ലാനം ആളുകൾ. അവര് പറഞ്ഞു കൊടുത്തു, മുഹാജിർ മക്കത്ത് നിന്ന് വന്നവരാ, ഹബീബായ റസൂലെ, എന്റെ ചുരുക്കാട്ടോ പറഞ്ഞു തരുന്നത്, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നീങ്ങുക. ഞങ്ങളെ കണ്ടുകൊണ്ട് അങ്ങയുടെ കണ്ണിന് കുളിർമയുണ്ടാവും. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയുടെ മുമ്പിൽ ഞങ്ങളും ഉണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഇമാം അലി റളിയല്ലാഹു അൻഹു ആണ്. ഈ മുഹാജിറുകളുടെ ഇമാം അലി റളിയല്ലാഹു അൻഹു ആണ്. അൻസാറുകളെ പ്രതിനിധീകരിച്ച് 30 വയസ്സുള്ള സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം പലവട്ടം നമ്മൾ പറഞ്ഞതാ. അദ്ദേഹം വന്ന് നിന്ന് പറഞ്ഞ വാക്കെന്തറിയാമോ? ഒരു വലിയ പ്രസംഗം പോലെ വാക്കുകൾ പറഞ്ഞിട്ട് അവസാനത്തൊരു വാക്കാ ഞാൻ പറഞ്ഞു തരുന്നത്, ലാ നുകദ്ദിബ് വലാ നഅരിഫുൽ കദിബ്. നബിയെ, ഞങ്ങൾ മദീനക്കാർ ഇന്നേ വരെ കളവ് പറഞ്ഞിട്ടില്ല. കള്ളത്തരം കളവ് ഞങ്ങൾക്കറിയില്ല റസൂലേ. നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് ആ കാണുന്ന കടലിന്റെ മധ്യത്തിലേക്കാണെങ്കിലും ഞങ്ങൾ അവിടേക്കും അങ്ങയുടെ കൂടെ വരും. ഞങ്ങൾ പിന്തിരിയൂല. മാധാമത്ത് ഐനും മിന്നാത്ത തുറുഫ്. ഈ കണ്ണിന് ഇമയാട്ടമുള്ള കാലം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ കൂടെ ഉണ്ടാവും. നോക്കൂ സഹോദരങ്ങളെ, നമുക്കറിയാവുന്നതുപോലെ ഈ 2 കൂട്ടരും ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നേരെ ഇങ്ങനെ ആകാശത്തേക്ക് കൈയുയർത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇവിടെ നമുക്ക് വേണ്ടതറിയാമോ? ഒന്നാമത്തത് അടുത്തു വരുന്ന പോയിന്റ്, അടുത്ത ഗുണപാഠം പ്രാർത്ഥനയാണ്. ഇനിയുള്ള ഓരോ സെക്കൻഡുകളും പ്രാർത്ഥനകളിലാണ് മുസ്ലിമീങ്ങളുടെ വിജയമുള്ളത്. അല്ലാഹുവേ, നിന്റെ അടിയാറുകളിതാ, നിന്റെ അടിമകളിതാ, അവരുടെ മാനസികാവസ്ഥ അവർ പ്രഖ്യാപിച്ചു. റബ്ബേ, അവര് മാനസികാവസ്ഥ പറഞ്ഞു, അവർ സന്നദ്ധത അറിയിച്ചു. ഇനി നീയാണ്, നീ കാക്കേണമേ. പ്രതീക്ഷയോടെ കൈ നീട്ടുകയാണ്. പരിസരം മറന്നാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത്. പരിസരം മറന്ന ഒരു സഹാബി പഠിപ്പിക്കുന്നത്, ഞാൻ ചില സന്ദർഭങ്ങളിൽ മാറി മാറി ഈ പാതിരാവിന്റെ വേളയിൽ നബിയുടെ അടുക്കൽ വന്നിരുന്നു. അപ്പോഴൊക്കെ നബി സുജൂദിൽ കിടക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ കൈ ഉയർത്തുന്നുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഈ വാക്കുകൾ മാത്രാണ് റസൂലിൽ നിന്ന് കേൾക്കുന്നത്. പ്രാർത്ഥനകൾക്ക് വാക്കുകൾ വേണ്ടല്ലോ, മനസ്സാണ്. യാ ഹയ്യ് യാ ഖയ്യൂം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്റെ ബലഹീനത, തന്റെ ദുർബലത എടുത്തു പറയുന്നുണ്ട്. റബ്ബേ, എനിക്ക് ഹീലത്ത് കുറവാ, എനിക്ക് കുതന്ത്രങ്ങൾ കുറവാ, എനിക്ക് ആൾബലമില്ല. അനുയായികൾ വിങ്ങിപ്പൊട്ടുകയാണ്. ആ സമയത്താണ് ഈ നിഷ്കപടന്മാരായ പാവങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം വരുന്നത്. ഈ നിരായുധരായ ത്യാഗിവര്യന്മാർ, അവരുടെ മുമ്പിൽ ശക്തരും ഗർവിഷ്ഠരുമായ ഖുറൈശിപ്പട പരാജയപ്പെടുകയാണ്. അന്നേരം അള്ളാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. സൂറത്ത് അൻഫാലിലെ 9-10 ആയത്തുകൾ എടുക്കുക. നിങ്ങളെ ഞാൻ മലായികത്തീങ്ങളെ തന്നുകൊണ്ട് സഹായിക്കും. വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ വലിതത്മഇന്ന ഖുലൂബുക്കും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. ആയത്തുകളുടെ ഓരോ ഘടനയും ശ്രദ്ധിക്കണം. മലക്ക് എന്നല്ല പറഞ്ഞെന്തിനറിയാമോ? ദുനിയാവിൽ നമ്മളുടെ ഇടപെടലുകളെക്കാളും അള്ളാഹുവിന്റെ ഇടപെടലുകളാണ് പ്രാധാന്യവും ഗൗരവവും ഉള്ളത് എന്ന് മുസ്ലിമീങ്ങളായ നമ്മൾ അറിയണം. 1000 മലക്കുകളെ ഇറക്കി തരാം, കൂടെ വേണമെങ്കിൽ 5000 കൂടി തരാം. ആയത്തിൽ അല്ലാഹു പറയാ,
ഒരു മലക്കിന്റെ തന്നെ ശക്തി എത്ര അറിയോ? ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് തായിഫിലെ മലയെടുത്ത് ആ ഖൗമിന്റെ മേൽ എറിയട്ടെ എന്ന് ചോദിച്ചു. ആകാശം നിറഞ്ഞാണ് ഒരു മലക്ക് വരെ നിൽക്കുന്നത് ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ളത്. അപ്പോ 1000 മലക്കിന്റെ ശക്തി എത്രയാ? നമ്മൾ പഠിക്കേണ്ടതല്ല. നമ്മളോട് അല്ലാഹു എവിടെയും ജയിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. എവിടെയും നമ്മളോടല്ല ജയിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്യുക, ഒരു അൺസീനായ ഒരു ആർമി നമ്മുടെ കൂടെ ഉണ്ടാവും. നന്നായി എഴുതി വെക്കുക കൽബിൽ. നമ്മൾ ഒറ്റക്കല്ല. അള്ളാഹുവിന് വേണ്ടി പിടയുന്ന ഒരു കൽബ് ഈ നെഞ്ചകത്തുണ്ടെങ്കിൽ വലിത്തുമയിന്റെ കുലൂബുക്കും, അള്ളാഹു നമ്മുടെ കൽബുകൾക്ക് സമാധാനം തരും. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നല്ലാതെ വേറൊരു സഹായം നമുക്ക് കിട്ടാനില്ല. കാരണം അല്ലാഹ് അസീസാണ്, അല്ലാഹ് ഹക്കീമാണ്, അല്ലാഹു അജയ്യനാണ്. അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ആരോഗ്യവും നമ്മുടെ പണവും നമ്മുടെ സമയവും എല്ലാം ദീനീ സേവനത്തിന് കൂടി തന്നതാണ്. ഈ സന്നദ്ധതയുണ്ടായാൽ ബദറിൽ അല്ലാഹു ഒരുക്കി തന്നതുപോലെയുള്ള സൗകര്യങ്ങൾ ഇന്നും നമുക്ക് ഒരുക്കി തരും. നീട്ടി പറയാൻ സമയമല്ലല്ലോ, സൂചന തരട്ടെ. ഈ യുദ്ധം നടത്തുന്നതിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. അവിടെ ഭൂമി ഒരുക്കുകയാണ്, നിലമൊരുക്കുകയാണ്. ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് മുശ്രിക്കുകൾ കൈയടക്കിയത്. ഒരു കുന്നിന്റെ മുകളിലാണ് മുസ്ലിമീങ്ങൾക്ക് സ്ഥലം കിട്ടിയത്. അന്ന് രാത്രിയിൽ അതിശക്തമായൊരു മഴ പെയ്യാണ്. മഴ പെയ്തിട്ട് എല്ലാ വേസ്റ്റുകളും ഇവര് നിൽക്കുന്നിടത്താണ്, അവരെ മുശ്രിക്കുകളുടെ സ്ഥലത്ത് ചെളി വന്ന് കെട്ടി നിൽക്കുകയാണ്. ആ മഴ കൊണ്ട് അവര് വെള്ളം പിടിച്ചു വെച്ചു. വെള്ളല്ല, മഴ കൊണ്ട് നല്ല കുളിർമ കിട്ടി. അന്ന് രാത്രിയിൽ നന്നായി ഉറങ്ങി, വെള്ളം കിട്ടി, ആശ്വാസം കിട്ടി, മനസ്സിന് കുളിർമ കിട്ടി. അപ്പുറത്ത് ചെളി നിറഞ്ഞൊരു സാഹചര്യം ഉണ്ടായി, നിൽക്കാൻ പോലും കഴിയാതെ. അല്ലേ? എങ്കിൽ ഇന്നും നമുക്ക് ഈ ദീന് കൊണ്ട് നടക്കാൻ കഴിയുന്നുണ്ടോ എന്ന മനസ്സിനോട് ചോദിക്കുക. ഈ സൂറത്ത് ആലിമ്രാനിലെ 13-ാമത്തെ ആയത്ത് കഴിഞ്ഞിട്ട് 14-ാമത്തെ ആയത്ത് അല്ലാഹ് ചോദിക്കുന്നുണ്ടറിയാമോ? എന്ന് തുടങ്ങാണ്. ഭൗതികാഡംബര ചിന്ത എന്ന് നമുക്ക് കൂടുമോ, അന്ന് നമുക്ക് ഉഹുദേ ഉണ്ടാവൂ. ഭൗതികാഡംബര ചിന്ത എന്ന് നമ്മിൽ നിന്ന് കുറയുന്നുവോ, നമുക്കന്ന് ബദർ ദുനിയാവിൽ ആവർത്തിക്കാൻ കഴിയും. ഇത് രണ്ടും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. നീട്ടി പറയാൻ സമയമല്ല. 2 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ കൂടി അവിടെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രാർത്ഥനയുടെ ശക്തിയാണ് ബദറിന്റെ വിജയം എന്ന് പറയുന്നത്. ഒന്ന് അള്ളാഹുവോട് മാത്രം, മറ്റൊന്ന് അള്ളാഹുവിനോടും കൂടെ മറ്റുള്ളവരോടും. ഇന്നും നമ്മൾ ശരിക്കാലോചിച്ചു നോക്ക്. അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന ഒരുപാട് ആളുകളില്ലേ? അല്ലാഹ് പൊറുക്കൂല എന്ന് തുറന്നു പറഞ്ഞു. നിസ്കാരവും നോമ്പും ഹജ്ജും പിന്നെ പടച്ചവനല്ലാത്തവരോടുള്ള വിളികളുമായാൽ നമുക്ക് ബർക്കത്തുണ്ടാവില്ല, നമുക്ക് ഇസ്സത്തുണ്ടാവില്ല, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു നമ്മെ നിലനിർത്താമെന്ന് പറഞ്ഞത് ഏതിനു മാത്രമുള്ള അറിയോ? അല്ലാഹുവിന് വേണ്ടി മാത്രം നിങ്ങൾ വിളിച്ചാൽ, അഥവാ ശുദ്ധമായ തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിങ്ങൾ ശരിയായി നിർവഹിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഇസ്സത്ത് തരും, ബദർ ആവർത്തിച്ചു തരും എന്ന് നമ്മളോട് പറഞ്ഞു. ബദരീങ്ങളെ എന്നൊരു വിളി നമുക്ക് കേൾക്കാം. ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കണം, നമ്മൾ ആദരിക്കണം, നമ്മൾ ബഹുമാനിക്കണം. ഒരുപാട് ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാണ് അവര്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ സുഖങ്ങളാണ് അവരുടെ പേര് വിളിച്ച് നമ്മൾ ആവശ്യപ്പെടുന്നതെങ്കിൽ എന്തുമാത്രം നന്ദികെട്ടവരായി തീരും നമ്മൾ. സഹോദരങ്ങളെ, ബദരീങ്ങള് ആരെയാണോ സ്നേഹിച്ചത് അവനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ബദരീങ്ങൾ ആരെയാണോ വിളിച്ചത് അവനെയാണ് നമ്മളും വിളിക്കേണ്ടത്. അള്ളാഹുവിനേക്കാൾ പേടി മറ്റുള്ളവരെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബദർ ആവർത്തിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. മാത്രമല്ല, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സഹായം
അള്ളാഹുവിൻ്റെതാണ്. അഭയസ്ഥാനം അവനിലാണ്, ആശ്രയം അവനിലാണ്, ആഗ്രഹങ്ങൾ അവനോട് മാത്രമാണ്. അല്ലാത്തത് വിജയിക്കാൻ കഴിയൂല. ഒരു വാക്ക് കൂടി ഞാൻ അതിലേക്ക് ചേർത്തി പറയട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധത്തിന് വേണ്ടി അണികളെ ഒരുക്കുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, അവിടെ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയുക ഒരു പറ്റം ചെറുപ്പക്കാരാണ്. അവർക്ക് അദ്ദേഹം കൊടുത്ത നിർദ്ദേശം എന്തറിയാമോ? ശത്രു സൈന്യം വലുതാണ്, എത്രയോ വലുതാവട്ടെ, ശത്രുക്കളുടെ ഭാഗത്ത് വരുന്ന അസാൻമാർഗീയ പ്രവണതകൾ, തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്ത് വരാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. വാക്കുകൾ ശ്രദ്ധിക്കണേ. അപ്പുറത്ത് നിന്ന് വരുന്ന തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്ത് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ വന്നാൽ, തെറ്റുകൾ നിങ്ങളുടെ അടുക്കലും വന്നാൽ, പിന്നെ അള്ളാഹുവിന്റെ ആളുകൾ എന്ന നിലക്കുള്ള സഹായം അള്ളാഹു തരില്ല. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അണികളെ അവരെത്ര ചെറിയവരാണെങ്കിലും കൊച്ചു സംഘമാണെങ്കിലും അള്ളാഹു സഹായിച്ചിരിക്കുമെന്നാണ്. ഇന്നത്തെ സാഹചര്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കണം സഹോദരങ്ങളെ. മാത്രമല്ല, അവിടെ നമുക്ക് വേറെയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബദർ എവിടെയും നമുക്ക് പാഠമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരടിച്ച് കയറി ജയിക്കുക. ബദറില് അബൂജഹൽ ചാരന്മാരെ അയച്ചു. എന്താണ് മുസ്ലിമീങ്ങളുടെ വിജയ രഹസ്യം പരിശോധിക്കാൻ. അപ്പൊ അവിടുന്ന് റിപ്പോർട്ട് കിട്ടുന്നത് അറിയും. ഒറ്റ വാക്കിൽ നിങ്ങൾ അത് നേരെ പഠിക്കണം. അബൂജഹലിനോട് വന്ന് പറയാണ്, മുസ്ലിമീങ്ങളുടെ കയ്യില് അവര് സാധാരണ തുരുമ്പിച്ച വാളല്ലാത്ത വേറൊന്നുമില്ല. പക്ഷേ അവരുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരാളെ നമ്മൾ ആക്രമിച്ചാൽ അവര് കൂട്ടത്തോടെ വന്ന് അവസാന ശ്വാസം വരെയും നമുക്കെതിരെ അവരടരാടും. അതിനു മാത്രം ഐക്യവും സ്നേഹവുമാണ് അവർക്കിടയിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിന്ന് എവിടെയെന്നുള്ള നിങ്ങൾ ആലോചിക്കുക. ഞാനത് നീട്ടി പറയാനൊന്നും നേരമൊന്നുമില്ല. ആ സ്നേഹം ഉണ്ടല്ലോ, ആ മുസ്ലിമീങ്ങളുടെ സ്നേഹം, ആ സ്നേഹം നമുക്ക് അന്യം നിന്ന് പോയോ? ഇന്ന് മുസ്ലിമീങ്ങളുടെ ശത്രു ആരാ? പുറത്തൊരാളാണോ അതോ അകത്താണോ? എത്രത്തോളം നബി അവരെ സ്നേഹിച്ചു. എന്തുകൊണ്ടാ ബദറിൽ വിജയം ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണി ശരിയാക്കുക, സഫു ശരിയാക്കുക. സഫുവാദ് എന്ന് പറയുന്ന ഒരു സഹാബിയുടെ വയറ്റത്ത് നബിന്റെ വടി ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് നിൽക്കുന്നു പറഞ്ഞപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ എനിക്ക് പ്രതികാരം ചെയ്യണം. എന്ത് പ്രതികാര? റസൂലുള്ള അങ്ങനെ കുപ്പായം മാറ്റി കൊടുത്തു. പല സഹാബികളും വളരെ ശക്തമായ വിധത്തിൽ പ്രതികരിക്കുന്നുണ്ട്. നബി அவங்க നോക്കിയില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ വയറ്റത്ത് തുരുതുരെ ഉമ്മ വെച്ചുകൊണ്ട്, ഹബീബായ റസൂലേ, എനിക്ക് അവസാനം അല്ലാഹു തന്ന അവസരമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്ന രംഗമുണ്ട്. നോക്കിയേ, സ്വന്തം അണികൾക്ക് പ്രതികാരം ചെയ്യാൻ ഷർട്ടഴിച്ചു മാറ്റിക്കൊടുത്ത ഏതെങ്കിലും ഒരു നേതാവിനെ ഹബീബായ റസൂലല്ല, അതെ, വേറൊരാളെ ലോകത്ത് കാണുക? ഇന്ന് അണികളെ, അനുയായികളെ മുഴുവനും യുദ്ധമുഖത്തേക്ക് തള്ളിയിട്ട് ബാക്കിയുള്ളവർ ബങ്കറിൽ ഒളിക്കുന്ന ചിത്രങ്ങൾ ഇന്ന് വരെ നമ്മൾ ലോകത്ത് കാണുന്നു, അല്ലെ? എങ്കിൽ അവിടെയാണ് ഈ രണ്ട് വ്യത്യാസങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കുന്നത്. ഈ സ്നേഹം അളക്കാൻ കഴിയോ? മാത്രമല്ല, നമുക്ക് ചെറിയൊരു മനസ്സുകൂടി മാറാനുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഒരാളെ ബദർ യുദ്ധത്തില് മൽപിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തുകയാണ്. അത് മുസ്ലിമീങ്ങളെ വെട്ടി വീഴ്ച ഓടുക. കീഴ്പ്പെടുത്തിയ വേളയിൽ അദ്ദേഹം എന്താ പറയുക, ഇയാളെ കീഴ്പ്പെടുത്തിയിട്ട് അയാളുടെ വയറ്റിൽ നെഞ്ചിനും ഇടയ്ക്ക് കയറി നിന്ന് ഇങ്ങനെ വെട്ടാൻ ഇങ്ങനെ ഓങ്ങിയ വേളയിൽ അദ്ദേഹം അലി റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയ ഉടനെ അലി റളിയല്ലാഹു ഉടനെ അയാളുടെ ദേഹത്തിന് എണീറ്റു പൊയ്ക്കൊന്നു. ഇയാളെന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പൊ വെട്ടാൻ കിട്ടിയൊരു അവസര, എന്തുകൊണ്ടാ വെട്ടാത്തെന്ന് ചോദിച്ചല്ല, ഞാൻ നേരത്തെ നിന്നെ കീഴ്പ്പെടുത്തിയത് എന്റെ റബ്ബിന് വേണ്ടി, എന്റെ ആദർശത്തിന്റെ പേരിലായിരുന്നു. നീ എന്റെ മുഖത്തേക്ക് തുപ്പിയതോടുകൂടെ എന്റെ മനസ്സ് മാറി. എനിക്ക് നിന്നോട് എന്ത് വേറൊരു വെറുപ്പ വരിക. ഈ സമയത്ത് ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്താൽ എന്റെ പ്രതിഫലം നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയ ആ സ്നേഹവും ഈമാനിന് അവർ കൊടുത്തിട്ടുള്ള ആ ഗാംഭീര്യവും, അതാണ് വിജയത്തിന്റെ രഹസ്യം. കഴിഞ്ഞില്ല, ആ സ്നേഹബന്ധം പറയുന്നിടത്ത് നമുക്ക് വീണ്ടും കാണാം. യുദ്ധം കഴിഞ്ഞു, 70 ചില്ലാനം ആളുകളെ ബന്ദികളാക്കി പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ എന്ത് ചെയ്യണമെന്ന് കൂടിയാലോചിക്കുന്ന ഒരു സമയമാണ്. ആ വേളയിലാണ്
പിന്നെ ഈ ബന്ദികൾ എന്ത് ചെയ്യണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവര് നമ്മളെ ബന്ധുക്കളാണ്, നമുക്ക് ഫിദിയ വാങ്ങിയിട്ട് പ്രായശ്ചിത്തം വാങ്ങി എന്ത് ചെയ്യാന്നറിയാമോ? അവരെ നാട്ടിലേക്ക് പറഞ്ഞേക്കാം, വേറെ എന്തെങ്കിലും ചെയ്യാൻ. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഉമർ പറഞ്ഞു, ആ അബൂബക്കറിന്റെ അഭിപ്രായം ഞാൻ തള്ളാണ്, അത് സ്വീകരിക്കരുത് റസൂലേ, ഇവര് നമ്മുടെ കഠിന ശത്രുക്കളാണ്, അവരെ ശരിയാക്കണം, അതിൽ വിട്ടുവീഴ്ചല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബറിന്റെ അഭിപ്രായം സ്വീകരിച്ചു. ഇത് നമ്മൾ ആലോചിക്കണം. നമ്മൾ രണ്ടാളും പാടെ യോഗത്തില് എന്റെ അഭിപ്രായത്തിനെതിരെ നിങ്ങൾ പറഞ്ഞു, ആ അഭിപ്രായം പറഞ്ഞ പിന്നെ തീരുന്നൊരു രംഗമുണ്ടല്ലോ. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി കിടക്കുന്ന ആ ദിവസം അമീറിനെ തെരഞ്ഞെടുക്കാൻ, ഖലീഫയെ തെരഞ്ഞെടുക്കാൻ യോഗം ചേർന്നൊരു രാത്രിയുണ്ട്. അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, രണ്ടും രണ്ട് ധ്രുവങ്ങളിലുള്ള അഭിപ്രായക്കാരാട്ടാ. അത് പറഞ്ഞാണ് ഞാൻ പറയുന്നത്. അവര് പറഞ്ഞ വാക്കെന്തറിയാമോ? ഉമറേ, നീയാണ് ഞങ്ങളുടെ ഖലീഫ. സിദ്ദീഖുൽ അക്ബർ പ്രഖ്യാപിക്കാൻ പോവുക. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ എഴുന്നേറ്റ് ചോദിക്കാണ്, അഅന വഅൻത ഹൈ, നിങ്ങൾ ജീവിച്ചിരിക്കെ ഞാൻ അമീറോ, ഞാൻ ഖലീഫ്? ഒരിക്കലുമില്ല. ഉമറിന്റെ നേതൃപാടവത്തിന്റെ മുമ്പിലാണ് ഖലീഫയായി സിദ്ദീഖുൽ അക്ബർ കടന്നു വരുന്നത്. അഭിപ്രായങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഒരഭിപ്രായം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഭിന്നാഭിപ്രായങ്ങളില്ല. നമുക്ക് ഇസ്ലാമിക പാഠങ്ങൾ നമുക്കെന്തോരു നല്ല ഉമ്മത്തായി നിലനിൽക്കാൻ. അപ്പോൾ സത്യത്തെ അല്ലാഹു വിജയിപ്പിക്കും. തൗഹീദാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. അതിനെതിരെ വരുന്ന ശിർക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ശിർക്കിന്നതാണ് എന്ന് വളരെ കൃത്യമായി മാലോകരെ പഠിപ്പിച്ച് ശിർക്കിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം. കൂടിയാലോചനകൾ വേണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യണം. അതാണ് വിജയത്തിന് നിദാനം. അങ്ങനെ ബദർ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അഹങ്കാരങ്ങൾ വരരുത്. പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി. പ്രാർത്ഥനകളിൽ നിരതമായി മുന്നോട്ട് പോകണം. ചരിത്രങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക, പഠിക്കുക. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ആ ഫയർ സ്റ്റേഷന്റെ ഗേറ്റിന്റെ മുമ്പിൽ നിർത്തരുത്. നമ്മൾ പല പ്രാവശ്യം ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതുകൊണ്ട് സഹോദരങ്ങള് അക്കാര്യം വളരെ ഗൗരവത്തിൽ കാണണം. കാരണം ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഓഫീസുകൾ നിൽക്കുന്ന സ്ഥലങ്ങളാണത്. ആ ഗൗരവം നമുക്കുണ്ടാവണം. രണ്ടാമത്തത്, ഞാൻ കഴിഞ്ഞ ഖുതുബകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മസ്ജിദിന്റെ ഈ പള്ളിയുടെ വിപുലീകരണ ഫണ്ടിനെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു. റമളാനിൽ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു തുക മനസ്സിൽ കാണുക, നിയ്യത്ത് വെക്കുക, എന്നിട്ട് അത് ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കുക. ഇപ്പോൾ കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ ഗഡുക്കളായെങ്കിലും അത് നൽകാനും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളാണ് ഇത് നേടേണ്ടതും നേടിയെടുക്കേണ്ടതിന് പടിയെടുക്കേണ്ടതും. ഓർമ്മകൾ ഉണ്ടാവണം. വളരെ ഗൗരവത്തിലുള്ള വാക്കുകളായി തന്നെ നിങ്ങൾ അതിനെ സ്വീകരിക്കണം. സക്കാത്ത്, ഈ വർഷത്തെ സക്കാത്ത് വിഹിതങ്ങള് അത് സംഭരണം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ കഴിഞ്ഞ വർഷത്തെ കണക്ക് വളരെ കൃത്യമായി ചെലവഴിച്ച ആ പ്രവർത്തന റിപ്പോർട്ടും അതിന്റെ ബുക്ക്ലെറ്റും പുറത്തുണ്ട്. അതുകൂടി സഹോദരങ്ങൾ വാങ്ങിക്കണം. എന്നിട്ട് നമ്മൾ നൽകുന്ന ഒരു നയാ പൈസ പോലും അത് അന്യാധീനപ്പെട്ടു പോവാതെ കൃത്യമായ കൈകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ആ ഓർമ്മയോടെ തന്നെ നിങ്ങൾ സക്കാത്തിന്റെ വിഹിതം ബന്ധപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. മാത്രമല്ല, നമ്മുടെ പള്ളി പരിപാലന ഫണ്ട് എപ്പോഴും നമ്മുടെ ഒരു സഹോദരങ്ങൾ ബക്കറ്റ് പിടിച്ചു നിൽക്കുമല്ലോ. ഇടക്കിടക്കെ ഞാൻ പറയാറുള്ളൂ, എപ്പോഴും ഞാൻ അത് പറയാറില്ല. ആ പറഞ്ഞു അതിന്റെ വില പോകരുതല്ലോ എന്ന് വിചാരിച്ചാണ്.
ഈ റമളാനിൽ ശേഖരിക്കുന്ന സംഭരിക്കുന്ന ഈ നിധിയാണ് നമ്മുടെ ദൈനംദിന ചെലവുകള്, റമളാനിലെ ഭാരിച്ച ചെലവുകളൊക്കെ നമ്മൾ അതിൽ നിന്നാണ് എടുക്കുക. പ്രിയപ്പെട്ടവരെ, അക്കാര്യവും നമ്മുടെ ശ്രദ്ധയിൽ, സജീവ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്ന് ഉണർത്തുന്നു. അതോടൊപ്പം തന്നെ ഖുർആൻ പഠനവേദിയായ QHLS-ന്റെ ഒരു സൂറത്ത് ഹജ്ജിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പരീക്ഷയും പഠന പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഏപ്രിൽ 5-നാണ് അതിന്റെ ഒരു മാതൃകാ പരീക്ഷ. നിങ്ങളുടെ പേര് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിന്റെ ആ തഫ്സീറിന്റെ ഭാഗം നിങ്ങൾ വാങ്ങിക്കുക. എന്നിട്ട് ഉള്ള സമയം കൂടി ഖുർആനുമായി ഒന്ന് ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, ഈ സമയങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ്. പ്രാർത്ഥനകളിലേക്കും ഇബാദത്തുകളിലേക്കും നമ്മൾ വളരെ തുനിയേണ്ടുന്ന സമയമാണ്. ഇതിന്റെ രണ്ടാമത്തെ 10 കഴിയാനായി, അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കാറായി സഹോദരങ്ങളെ. ഇഅ്തികാഫും അതോടൊപ്പം തന്നെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടുന്ന നാളുകളാണ്. ഈ ലൈലത്തുൽ ഖദറിന്റെ ആ രാത്രിയുടെ പുണ്യം നഷ്ടപ്പെട്ടാൽ അയാൾ ഒരു വലിയൊരു ഭാഗ്യദോഷിയാണ് എന്നാണ് ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഖുതുബകളിലൊക്കെ പറഞ്ഞതുപോലെ നന്നായി നമ്മളെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നന്നായിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുക, നല്ലപോലെ പ്രാർത്ഥിക്കുക. ഓരോ സമയങ്ങളും നഷ്ടപ്പെടാതെ ഖുർആനുമായി സ്വതക്കകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക, നന്നായി ബന്ധപ്പെടുക. ഒരു പുതിയ തെളിച്ചം ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടണം. അങ്ങനെ ഒരു ഊർജം സംഭരിക്കേണ്ടുന്ന ഈ സമയത്ത് നമ്മളൊരു പരിശീലന കളരിയിലാണ്. അത് ആ രംഗത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി അള്ളാഹുവോട് അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നന്മയുടെ മേഖലകൾ നമ്മൾ ഉറച്ചു നിൽക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് മനസ്സ് പ്രാർത്ഥിക്കാൻ ഒരുപാട് സംഗതികളുണ്ട്. നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. സകലമാന മുസീബത്തുകളിൽ നിന്ന് നമ്മളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ഉമ്മത്തിനെ, നമുക്ക് അന്നം തരുന്ന നാടുകളെ, അവിടുത്തെ നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മളുടെ മക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും ഉള്ള ജീവിതാനുഭവം തന്ന് നമ്മെ അവൻ തുണക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് മാനസികമായി, ശാരീരികമായി എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിയും മാനസികാരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട്, മറ്റൊരുപാട് നിലയ്ക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഓരോരുത്തരുടെയും കഷ്ടപ്പാടുകളിൽ നിന്ന് അള്ളാഹു അവന്റെ മഹത്തായ ഫളിൽ കൊണ്ട്, റഹ്മത്ത് കൊണ്ട് എല്ലാ മുസീബത്തുകളിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകി, ആഫിയത്ത് നൽകി അവൻ നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അവനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാത്. റബ്ബനാ അഫ്വ് ലനാ വ ലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.